ഒറ്റയ്ക്ക് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, പറയേണ്ടത് എന്തായാലും ഇപ്പം പുറത്ത് വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ ഇനിയിപ്പം രാവിലെ മുതൽ ഞാൻ മീഡിയസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമായി ഒന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിൻസി അലോഷ്യസ്, ഷൈൻ ടോം ചാക്കോ, ഈ രണ്ടാളുകളുടെയും പേര് ഇന്ന് മീഡിയ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം എല്ലാവർക്കും അറിയാലോ. നമ്മുടെ വിൻസി അലോഷ്യസ് ഒരു പ്രോഗ്രാമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരു നടനിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചെറിയ പരാമർശം നടത്തുന്നു. അതിനുശേഷം പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു, അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നു. അതിനകത്ത് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് അതിലെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി പുള്ളിക്കാരിയോട് ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. അവിടെ നായകന്റെ പേര് പറഞ്ഞിട്ടില്ല, സഹതാരത്തിന്റെ അപ്പൊ പേരൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതിനുശേഷം പിന്നീട് ഇതിങ്ങനെ ചർച്ചയായി വന്ന സമയത്താണ് ഇന്നലെ സച്ചി നന്ദിയായിട്ട് വന്നിട്ട് പുള്ളിക്കാരിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുള്ളിക്കാരിയുടെ പ്രശ്നത്തിൽ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അതും കഴിഞ്ഞു ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആ നടന്റെ പേര് ഷൈൻ ടോം ചാക്കോ ആണെന്നുള്ള ഒരു വാർത്ത വരികയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആദ്യമേ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ആ ദ്വയാർത്ഥത്തിൽ പറയുന്ന സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലേ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ഷൈൻ ടോം ചാക്കോ ആയിരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് എത്രയോ തവണ പറഞ്ഞിട്ടുള്ള ദ്വയാർത്ഥ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ പുള്ളിക്കാരൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എത്രയോ ഇന്റർവ്യൂ പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് ചിന്തിക്കാറുണ്ടായിരുന്നു, ഈ പുള്ളിക്കാരൻ പറയുന്ന സംഭവങ്ങളൊക്കെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ എങ്ങനെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതിങ്ങനെ എന്റർടൈൻ ചെയ്യുന്ന രീതിക്ക്, അല്ലെങ്കിൽ പുള്ളിയെ എന്റർടൈൻ ചെയ്യിക്കുന്ന രീതിക്ക് അതൊക്കെ കേട്ടിട്ട് ഈ ഭയങ്കര വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചിലപ്പോൾ പറയാം. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ക്യൂട്ട്നെസ് വാരി വിതറുന്ന പോലെയുള്ള പുള്ളിക്കാരന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടിട്ട് പല ആങ്കേഴ്സും പൊട്ടിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതെന്താ ആരും പ്രതികരിക്കാത്തത്. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ പോയി കേസ് കൊടുക്കുക കാര്യങ്ങളല്ല, ആ സ്പോട്ടിൽ വേണമെങ്കിൽ പ്രതികരിക്കാം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഒരു ദ്വയാർത്ഥ സംഭവങ്ങൾ നേരിടുന്ന പോലെയല്ല ഇന്റർവ്യൂ പരിപാടികൾക്ക് അകത്ത് വന്നിരുന്നിട്ട് ദ്വയാർത്ഥങ്ങൾ നേരിടുന്നത്. നമ്മുടെ ചുറ്റും ആളുകളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, ക്യാമറാമാൻ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്ന ആൾക്കല്ലെങ്കിൽ കൂടിയും അവിടെ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണമെങ്കിൽ പ്രതികരിക്കാം. അതിനുള്ള സമയമുണ്ട്, സാവകാശമുണ്ട്, ആ ചുറ്റുപാടൊക്കെ അതിനനുസരിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ പോലും അതൊന്നും പ്രതികരിച്ചിട്ടില്ല. പുള്ളിയെ വീണ്ടും വീണ്ടും എന്റർടൈൻ ചെയ്യിക്കാൻ എല്ലാവരും ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളി ഇത്രയ്ക്കധികം വഷളാവാനുള്ള ഒരു വലിയ കാരണം അത് തന്നെയാണ്. എവിടെ ദ്വയാർത്ഥം പറയണം, ഏത് രീതിക്ക് ആളുകളെ ഡീൽ ചെയ്യണമെന്നൊന്നും അറിയാത്ത രീതിക്ക് പുള്ളിയെ മാറ്റിയെടുത്തതിൽ ഒരു വലിയ പങ്ക് തന്നെ ഇവിടുത്തെ പല മീഡിയ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ആരും പ്രതികരിക്കുന്നില്ല, ആരും റിയാക്ട് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ ലഹരി ഉപയോഗിക്കുന്നു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ പണ്ട് 2015 കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടു. ആ സമയത്ത് എത്രയോ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ സംഭവത്തെ കുറിച്ച് വാർത്ത വന്നിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ സമയത്ത് മനോരമ പത്രത്തിലൊക്കെ പല സിനിമാ പ്രവർത്തകരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള കുറെ റൈറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പുള്ളിയെ വെറുതെ പുള്ളിയുടെ ലൈഫിനെ വേസ്റ്റ് ആക്കരുത്, പുള്ളിയുടെ ഒരു ഭാവി കളയരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് സിനിമാക്കാർ തന്നെ പുള്ളിയെ വീണ്ടും ഏറ്റെടുക്കുകയാണ്. ഈ മലയാള സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ആ ഒരു ഏറ്റെടുക്കൽ. അവിടെ വെച്ച് ഒഴിവാക്കണമായിരുന്നു. പക്ഷെ പുള്ളിയെ വീണ്ടും കൊണ്ടുവന്നപ്പോ പുള്ളിക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാല് പുള്ളിക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടി. പുള്ളി നല്ലൊരു നടനായിരുന്നു. ആ സമയത്ത് നല്ല രീതിക്ക് അഭിനയിച്ചു. അതിങ്ങനെ പ്രൂവ് ചെയ്ത് വന്നപ്പോഴേക്കും നല്ല രീതിക്ക് പ്രിവിലേജ് കിട്ടി. പിന്നെ പുള്ളിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, കൈ നിറയെ ക്യാഷ് അല്ലേ. പിന്നെ അങ്ങ് വന്നിട്ട് ഇന്റർവ്യൂ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പുള്ളി വായി തോന്നിയ പരിപാടികൾ മൊത്തം പറയാൻ തുടങ്ങി. പിന്നെ പുള്ളി ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിക്ക് തന്നെ പല പരിപാടികളിലും വന്നിരുന്നിട്ട് ആടിക്കുഴഞ്ഞ് സംസാരിച്ച് പുള്ളി ഒട്ടുമേ നോർമൽ അല്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിക്കുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ പോലും പുള്ളിയെ ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു അഹങ്കാരം പുള്ളിക്ക് വന്നു. ഈ തലയ്ക്ക് അഹങ്കാരം കയറിയ ഒരു അവസ്ഥയല്ലേ, ആ അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നിന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഒരു തിരിച്ചടി പോലെ ഇപ്പൊ കഴിഞ്ഞ മാസമാണോ ഈ മാസമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഈ മാസമാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരനെതിരെ വീണ്ടും ലഹരി കേസ് വരുന്നത്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാല്
2015 അങ്ങാണ്ട് വന്നിട്ടുള്ള ആ കൊക്കൻ കേസിന്റെ വിധി വന്നത് ഈ വർഷം ഫെബ്രുവരി മാസത്തിലായിരുന്നു. ഇത്രയും വർഷം നീണ്ടു നിന്നൊരു കേസിന്റെ വിധി വന്നപ്പോൾ പുള്ളിക്കാരൻ നിരപരാധിയായി മാറി. കേസിന് പ്രത്യേകിച്ച് തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വെറുതെ വിട്ടു. അപ്പൊ അത്രയും വലിയ തെളിവോട് കൂടി പിടിച്ചിട്ട് പോലും പുള്ളിക്കാരന് ഈസി ആയിട്ട് ഇറങ്ങി പോന്നു. അതോടൊപ്പം തന്നെ ആ കേസിന്റെ വിധി വന്നതിന്റെ തൊട്ടടുത്ത മാസം എന്ന് പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ അടുത്ത കേസിലും പ്രതിയാകപ്പെട്ടു. അത് ആ കേസ് ഇപ്പൊ മുൻപോട്ട് എങ്ങനെ പോകുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് തൊട്ട് പിന്നാലെ ഇപ്പൊ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ത്രീയോട് ലൊക്കേഷനിൽ വെച്ച് ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാല്, നമ്മുടെ വിൻസിക്ക് ഒരു തരത്തിലും ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്ത് പറയാൻ താല്പര്യമില്ലായിരുന്നു. വിൻസിയെ തെറ്റ് പറയാൻ പറ്റില്ല, അത് ഞാൻ കൂടുതൽ പറയാം. എന്തായാലും പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തു വരാത്തൊരു സിനിമ, ഇതുവരേക്കും അതിന്റെ ബിസിനസ് കാര്യങ്ങളൊന്നും മുൻപോട്ട് പോയിട്ടില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു സിനിമ, ആ സിനിമയിൽ വെച്ചിട്ട് അതിന്റെ ലൊക്കേഷനിൽ വെച്ച് പുള്ളിക്കാരിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഈ പറയുന്ന നടനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു, അത് സംവിധായകനോടൊക്കെ പരാതിപ്പെടുന്നു, അവരെല്ലാം ഇടപെട്ടത് പരിഹരിക്കുന്നു. പക്ഷെ ഒരു വ്യക്തിക്ക് കംഫർട്ട് അല്ലാത്ത രീതിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ പെരുമാറിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. എന്തായാലും ആ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന, ഇപ്പോഴും പുറത്തിറങ്ങാതെ ആ സിനിമ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിൻസി യാതൊരു വിധത്തിലും ഷൈൻ ടോമിന്റെ പേര് പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക, ഈ സിനിമയ്ക്ക് ചീത്തപ്പേരാവും, ഈ സിനിമയുടെ ഡയറക്ടറിന് ചീത്തപ്പേരാവും, ഇത് OTT പ്ലാറ്റ്ഫോം എടുക്കാത്ത അവസ്ഥ വരും, സാറ്റലൈറ്റ് കിട്ടാത്ത അവസ്ഥ വരും, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനെ തുടർന്ന് സംഭവിക്കുമെന്നുള്ള ഒരു കാരണത്താൽ വിൻസി ആ പറയുന്ന നടന്റെ പേര് പറയാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, പുള്ളിക്കാരി പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ വന്ന സമയത്ത് പുള്ളിക്കാരി എന്ത് ചെയ്തു, അമ്മ അതുപോലെ തന്നെ ഫിലിം ചേംബർ അടക്കം 4ഓളം സംഘടനകളിൽ പോയിട്ട് പരാതി കൊടുത്തു. പരാതി കൊടുക്കുന്ന സമയത്തും പുള്ളിക്കാരി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നടന്റെ പേര് പുറത്തു വിടരുതെന്ന്. ആ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് പുള്ളിക്കാരി മുൻപോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും പുള്ളിക്കാരി എന്താണോ പരാതി കൊടുത്തിട്ടുള്ളത്, ആ പരാതി അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നടന്റെ പേര് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു സംഘടനയാവട്ടെ, നമ്മൾ നിൽക്കുന്ന ഏതൊരു സ്പേസ് ആണെങ്കിലും, ഇപ്പൊ ഒരു വ്യക്തിയോടാണെങ്കിൽ പോലും അവിടെ വിശ്വാസം എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സാധനമാണ് വിൻസിക്ക് ഇവിടെ നഷ്ടമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ നമ്മളെപ്പോഴും പറയും, നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യസമേതം അയാളുടെ പേര് വിളിച്ചു പറയണം, സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച്, ഇവിടെ സ്ത്രീകള് അവർക്ക് നേരെ ഉണ്ടാവുന്ന ലൈംഗിക അതിക്രമമാണെങ്കിലും ദ്വയാർത്ഥപരമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും ഏതൊരു തരം അതിക്രമമാണെങ്കിലും സ്ത്രീകൾ അത് പറയാൻ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ, പറയാൻ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്കിൽ കുറച്ച് പേര് അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ട്വിറ്ററിലോ ഒക്കെ കുറച്ച് പേര് ഇങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമായിരിക്കും. കുറച്ച് കുറിപ്പുകളൊക്കെ എഴുതി, പെണ്ണെ നീ തീയാണ്, നീ മറ്റു വിപ്ലവം സൃഷ്ടിച്ചു, നീ വലിയ മാതൃകയാണ്, ബോൾഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി പിടിപ്പിക്കായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയാണ്. അതായത് തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി മാത്രമായിരിക്കും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരിക. അയാൾ മാത്രമായിരിക്കും അതിന് ശേഷമുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരിക. ഇപ്പം 2017 എന്ന് പറയുന്ന വർഷത്തില് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റൈറ്റപ്പ് ആയിരുന്നു. ആ സമയത്താണ് നമ്മുടെ അർച്ചന പത്മിനി, ദിവ്യ ഗോപിനാഥ് അവരൊക്കെ അവർക്ക് സിനിമയിൽ നിന്നുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് പറയുന്നത്. അതൊരു മീറ്റു വെളിപ്പെടുത്തലായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ മീറ്റു സംഭവം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അന്ന് ഫേസ്ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്, ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ 20 വയസ്സ് മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കാലം തൊട്ടുള്ള എക്സ്പീരിയൻസ് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എനിക്ക് സിനിമയിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു എഴുത്താണ് ഞാൻ കൊടുക്കുന്നത്. ആരാണ് എന്നോട് മോശമായിട്ട് പെരുമാറിയത്, ആ വ്യക്തിയുടെ ഐഡന്റിറ്റി കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ പോസ്റ്റ് ഇവിടുത്തെ മീഡിയ ഒക്കെ എടുത്തിട്ട് വാർത്തയാക്കി കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന മാഗസിൻ പരിപാടികളിലൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്ന് അതങ്ങനെ ഒരാഴ്ചയോളം അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സംഭവിച്ച് അതങ്ങ് കെട്ടടങ്ങി. പക്ഷെ അതിനുശേഷമാണ് പിന്നീട് ഞാൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങിയത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു, ഞാൻ പല സിനിമാക്കാരെയും കാണുന്നു. അപ്പൊ പല ആളുകളും പിന്നെ അതിനുശേഷം എന്നെ നോക്കിയിട്ട് എന്നെ അഡ്രസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് മീറ്റു പറഞ്ഞിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്കാണ്. അതെനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടായി തുടങ്ങി. അതിനുശേഷം പല ആളുകളും എന്നെ വർക്കിലേക്ക് വിളിക്കാതെ ആയി. പിന്നീട് ഞാൻ അറിയാണ്
എനിക്ക് വരുന്ന വർക്കുകളൊക്കെ വരുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് അത് വേണ്ട, വിളിക്കേണ്ട, വള്ളിക്കെട്ട് കേസാണ്, പണിയാവും. ഈ പണിയാവും എന്നുള്ള സാധനമാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ലാണ്ടായി, നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇത്രയും കാലം എടുത്ത എഫേർട്ട് അവിടെ ഇല്ലാണ്ടായി, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡന്റിറ്റി ഉണ്ട് അതില്ലാണ്ടായി. അങ്ങനെ മൊത്തത്തിൽ അത് നമ്മളെ ഇങ്ങനെ ബാധിച്ചു തുടങ്ങി. അവിടെ മീറ്റു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങി, നമ്മളൊരു വള്ളിക്കെട്ട് കേസായി, പണിയായി മാറി. അങ്ങനെ നമ്മൾ അതിലേക്ക് മാത്രമായിട്ട് അവർ ചുരുക്കി തുടങ്ങി. അതെല്ലാം കഴിഞ്ഞു, ഓക്കെ, അതെല്ലാം ഫൈൻ. അങ്ങനെ പോയി ഞാൻ പിന്നീടും വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങി. വർക്കുകളെല്ലാം ചെയ്തു തുടങ്ങി മുൻപോട്ട് പോകും തോറും പിന്നെ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സംഭവങ്ങളൊക്കെ തുറന്നു പറയും, ധൈര്യത്തോടു കൂടി തുറന്നു പറയും. പക്ഷെ അതിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കാണുന്ന സിനിമക്കാരിൽ പലർക്കും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക നിലവാരം ഉണ്ടായിരിക്കില്ല. നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് പോലും പലർക്കും മനസ്സിലാവില്ല. ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിക്കകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന ആ ഒരു സംഭവത്തെ വളരെ നിസ്സാരമായിട്ടാണ് പലരും കാണുന്നത്. അവർക്ക് ആർക്കും അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് പലരും മീറ്റു എന്ന് പറഞ്ഞിട്ട് തമാശ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ചുമ്മാ നടന്നു പോകുമ്പോൾ നമ്മളെ മീറ്റു എന്ന് വിളിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇവര് കൂട്ടമായിട്ട് നിന്നിട്ട് മീറ്റു എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഈ പണ്ടൊക്കെ പോകുമ്പോൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുന്ന കാലത്ത് ടീനേജ് പ്രായത്തിലൊക്കെ നടക്കുന്ന ആ ഒരു പ്രായമൊക്കെ ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ കാലത്തൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് കുറെ പേര് കമന്റ് അടിക്കുന്ന പോലെയാണ് ഇവിടെ മീറ്റു എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പരിഹാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു തവണ മീറ്റു പറഞ്ഞു, മീറ്റു അല്ല ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുള്ളത്, എനിക്കൊരു എക്സ്പീരിയൻസ് മാത്രമാണ്, ആ വ്യക്തിയുടെ പേരൊന്നുമില്ല, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരു തവണ പറഞ്ഞിട്ട് പോലും നമുക്ക് ഇത്രയ്ക്കധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതോടുകൂടി ഒരു വ്യക്തിക്ക് തനിക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവം പറയാനുള്ള ചാൻസ് കഴിയാണ്. രണ്ടാമതും മോശമായിട്ടുള്ള അനുഭവം വേറെ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എനിക്കൊക്കെ ഓരോ സിനിമ ലൊക്കേഷനിൽ പോകുന്ന സമയത്തും ഓരോ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു സിനിമ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കില്ല മറ്റൊരു ലൊക്കേഷനിൽ ഉണ്ടാവുക, ആ ലൊക്കേഷനിലെ അനുഭവമായിരിക്കില്ല വേറൊരു ലൊക്കേഷനിൽ ഉണ്ടാവുക. എല്ലാം വ്യത്യാസമായിരിക്കും. കാരണം ആളുകൾ വ്യത്യാസമുള്ളവരാണല്ലോ. അവര് ജീവിക്കുന്ന ചുറ്റുപാട്, അവര് ജനിച്ചു വളർന്ന സാഹചര്യം, ഇതൊക്കെ വേറെ വേറെയാണ്. അപ്പൊ അവര് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതിക്കും വ്യത്യാസം വരും. അവർ നമ്മളോട് ദ്വയാർത്ഥം പ്രകടിപ്പിക്കുന്ന രീതിക്കാണെങ്കിലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെ ആണെങ്കിലും എല്ലാത്തിലും വ്യത്യാസം വരും. അപ്പൊ ഓരോ ലൊക്കേഷനിൽ പോകുന്ന സമയത്തും ഓരോ രീതിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു തവണ എന്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞതോടുകൂടി എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവം പറയാനുള്ള സ്പേസും ടൈമും കഴിഞ്ഞു. ഇനി അത്തരത്തിലൊരു അനുഭവം വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു മൂവി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോ പ്രൊഡ്യൂസർ പുള്ളിക്കാരൻ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു, വളരെ മോശമായിട്ട്, അതും ദ്വയാർത്ഥത്തിലാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ അവിടെ വെക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ഞാനൊരു ലൊക്കേഷനിൽ പോവാണ്, ഞാനൊരു ലേഡി മാത്രമാണ് ആ സമയത്ത് അവിടെ ലൊക്കേഷനിൽ ഉള്ളത്, രാത്രിയാണ് ഷൂട്ട്, അത്രയും ആളുകളുടെ കൂട്ടത്തിൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ വിശ്വാസത്തോടെ നിൽക്കുകയാണ്, നമ്മളിവിടെ സേഫ് ആണെന്നുള്ള രീതിക്ക് നിൽക്കുന്ന സമയത്ത് അതിലൊരാൾ വന്നിട്ട് ആധികാരികമായിട്ട് നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. നമ്മളെ കയറി പിടിക്കണമെന്നില്ല, നമ്മളോട് കൺസേൺ ചോദിക്കണം എന്നില്ല, ഒന്നും ചെയ്യണ്ട. വന്നിട്ട് നമുക്ക് ഒട്ടും കംഫർട്ട് അല്ലാത്ത രീതിക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഈ സെക്സ് ജോക്ക് പറയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. നമ്മുടെ മൂഡ് സ്പോയിലാവും, നമ്മളാകെ ഉരുകി ഇല്ലാണ്ടാവുന്ന അവസ്ഥയാവും. ചില സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാൻ പോലും പറ്റിക്കോളണമെന്നില്ല. നമ്മളിപ്പോ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അതിന്റെ അർത്ഥം ഈ പറയുന്ന പോലെ നമ്മളത് എൻജോയ് ചെയ്യുന്നു എന്നല്ല. അപ്പൊ വിൻസി പറയുന്ന ഒരു സംഭവമല്ലേ, വിൻസിക്ക് ഈ ഒരു പറയുന്ന ഷൈൻ ടോമിന്റെ പേര് പറയാൻ താല്പര്യമില്ലായിരുന്നു, പുള്ളിക്കാരി അതിനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പരാതിപ്പെട്ട സമയത്ത് പോലും പുള്ളിക്കാരി ഷൈൻ ടോമിന്റെ പേര് പുറത്തോട്ട് വരരുതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പുള്ളിക്കാരിക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ആ ഒരു സിനിമ മുൻപോട്ട് പോകണം, ആ സിനിമയെ അത് ബാധിക്കരുത്, അതിന്റെ ടെക്നീഷ്യൻസിനെ അത് ബാധിക്കരുത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാനൊരു സിനിമ ലൊക്കേഷനിൽ പോകുന്ന സമയത്തും ഒരു പ്രശ്നം ഉണ്ടാകുന്ന നേരത്ത് ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ അപ്പൊ ചിന്തിക്കും, ഇത്രയും ഫണ്ട് ചെലവാക്കി അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഒക്കെ ഇറക്കിയിട്ട് ഇവര് സിനിമ ചെയ്യാണ്, ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റർ ഇവരൊക്കെ ഒരുപാട് ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ലൊക്കേഷനിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ എന്തായാലും ശരി, അതിനെ വേറൊരു സമയത്ത് പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ മുൻകരുതലെടുക്കും. അത് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഓർത്തുള്ള എന്റെ കൺസേൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ലാസ്റ്റ് വർക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിലും എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അവിടെ ചിന്തിക്കുന്നത്,
ഞാനിപ്പോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത് ഈ വർക്കിനെ മൊത്തത്തിൽ ബാധിക്കും. ഷൂട്ട് കുറച്ചു നേരം അങ്ങ് ഡിലേ ആയി പോകും. അത് ഇവരുടെ വീണ്ടും ബഡ്ജറ്റ് കൂട്ടും. അവരുടെ കണക്കിൽ പെടാത്ത രീതിക്കുള്ള കുറെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ രീതിക്കൊക്കെ ചിന്തിച്ചാണ് നമ്മളിത് വേണ്ട, റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് പലപ്പോഴും ഞാൻ ആ റിയാക്ട് ചെയ്യാതിരുന്നത് ശരിയായില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന്റെ ഒരു ട്രോമയുണ്ട്. ഓരോ സിനിമാ ലൊക്കേഷനിൽ പോയിട്ടും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് ആ സിനിമയുടെ ടീമിലുള്ള എല്ലാവരും ഒരുമിച്ച് കുറ്റം പറയാൻ പറ്റിയ കാര്യമല്ല. ഓരോ വ്യക്തികളുടെ സ്വഭാവ വൈകല്യങ്ങളാണ്. പക്ഷെ ഓരോ ലൊക്കേഷനിലും ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത് പോലെ തന്നെ വലിയ പ്രശ്നമാണ് അതിന്റെ ട്രോമകൾ പിന്നീടുള്ള കാലം പേറിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ട്രോമ പിന്നീട് പല കാലത്തും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യം അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്ന് എഴുതാൻ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യമില്ലേ, അത്രയ്ക്ക് ധൈര്യം ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ, കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ എനിക്കത് നേരിടാൻ പറ്റില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞു. അത് നമ്മൾ അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു മീറ്റു പറയുന്നതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നതോ ഒന്നും അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അത് പലപ്പോഴും ഒരു വർക്കിനെ മൊത്തത്തിൽ ബാധിക്കും, ഒരു ടീമിലെ എല്ലാവരെയും ബാധിക്കും, പല രീതിക്ക് ബാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. പിന്നെ അത്തരം വിവാദങ്ങളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാരോഗ്യം പോലും ഇവിടെ ഇല്ലാണ്ടായി പോകും. കാരണം ഇവിടെ പ്രതികരിക്കുന്ന ആളുകളുടെ കൂടെ അല്ല ആരും നിൽക്കുക. അതിനാർക്കും താല്പര്യമില്ല. ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും അതും ഇതൊക്കെ ഫേസ്ബുക്കിൽ അവിടെയൊക്കെ നടക്കും. അത് കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത്, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഫൈറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പൊ ഈ വിൻസിയുടെ കാര്യത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അതാണ്. വിൻസി ഈ പറയുന്ന പോലെ അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുള്ളിക്കാരിക്ക് ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വിചാരിച്ച് ആ സംഭവങ്ങളിൽ കാര്യങ്ങൾ നിന്നില്ല. പുള്ളിക്കാരി ആരോ ഒറ്റിക്കൊടുത്തു. അപ്പൊ ഇവർക്ക് കംഫർട്ട് അല്ലെങ്കിൽ ഇവർ ഈ ഷൈൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ ഒറ്റുകാരൻ ചെയ്തിട്ടുള്ളത് വലിയ രീതിക്കുള്ള അനീതിയാണ്. കാരണം ഇതിന്റെ എല്ലാ അനന്തരഫലം ആ ഒറ്റുകാരനല്ല, വിൻസിയാണ് അനുഭവിക്കുക. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു ചീത്തപ്പേരുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി മുൻപോട്ട് പോകുമ്പോൾ ഈ സിനിമയെ ഈ വിവാദം കാര്യങ്ങളൊക്കെ മോശമായി ബാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അവർ വിൻസിയെ കുറ്റപ്പെടുത്തും. നാളെ ഒരു സിനിമ വരുന്ന സമയത്ത് പറയും, അയ്യോ വിൻസിയെ വിളിക്കണ്ട, കാരണം പുള്ളിക്കാരി ഒരു വള്ളിക്കെട്ട് കേസാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരി കാരണം ബുദ്ധിമുട്ടുണ്ടാവും, പണിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും വിൻസിയെ ബാധിക്കും. അപ്പൊ ഒരു ഗിൽറ്റി ഫീൽ ഓൾറെഡി വിൻസിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലും ഇതുപോലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വന്നാൽ അത് വിൻസിയെ വീണ്ടും ബാധിക്കും. ഇതെല്ലാം ആത്യന്തികമായിട്ട് ബാധിക്കുന്നത് വിൻസിയെ മാത്രമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങള് നമ്മൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ, നമ്മളൊരു വിവാദത്തിലേക്ക് മുൻപോട്ട് വരുന്ന സമയത്ത്, നമ്മൾ ഉപദ്രവിച്ച ഒരാളുടെ പേര് പുറത്തോട്ട് പറയുന്ന സമയത്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ട് ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇങ്ങനെ കൂസലില്ലാണ്ട് നടക്കാന്ന് പറഞ്ഞ അവസ്ഥയൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വിധത്തിലുള്ള അനന്തര ഫലങ്ങളും നമ്മൾ അനുഭവിക്കണം. അത് ഭയങ്കരമായി ധൈര്യത്തോടു കൂടി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ളവർ മാത്രമേ ഈ ഒരു തുറന്നു പറച്ചിലിന് വരാവൂ എന്നാണ് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് പേടിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല, ഇത് റിയാലിറ്റിയാണ്. ഇപ്പം വിൻസിയുടെ കാര്യത്തിലാണെങ്കിലും വിൻസി ഒട്ടും കംഫർട്ട് അല്ല. പുള്ളിക്കാരിയുടെ അനുവാദം ഇല്ലാണ്ട് ആരൊക്കെയോ ചേർന്ന് പുള്ളിക്കാരിയെ ഒറ്റിക്കൊടുത്തു. അപ്പൊ പുള്ളിക്കാരി ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ഇതിന്റെ അനന്തരഫലങ്ങൾ അവർ ഏത് രീതിക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യം. പേടിയല്ല, ഞാൻ പേടിപ്പെടുത്തുന്ന കാര്യമല്ല പറയുന്നത്. ഇൻഡസ്ട്രിക്കകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. ഒരു വ്യക്തിക്കും കംഫർട്ട് അല്ലാത്ത കാര്യങ്ങൾ സംസാരം കൊണ്ട് ചെയ്യരുത്, ദ്വയാർത്ഥം കൊണ്ട് ചെയ്യരുത്, അയാൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തു പോയിട്ടും ചെയ്യരുത്. ഇപ്പം ഈ ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒറ്റിക്കൊടുത്ത ആളാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഷൈൻ ടോം ചാക്കോ ഒട്ടും കംഫർട്ട് അല്ലാത്ത രീതിക്ക് ദ്വയാർത്ഥങ്ങൾ പറഞ്ഞു, ഒറ്റിക്കൊടുത്ത ആൾ ഒട്ടും കംഫർട്ട് അല്ലാത്ത പ്രവർത്തികൾ ചെയ്തു. അത്ര മാത്രമാണ് ഇതിൽ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും തുല്യരായിട്ടുള്ള രണ്ട് മനുഷ്യരാണ്. പിന്നെ വിൻസിയെ പോലെ പെൺകുട്ടികൾ മുൻപോട്ട് വരട്ടെ, അവർക്ക് ഓക്കെ ആണെങ്കിൽ കംഫർട്ട് ആണെങ്കിൽ പ്രശ്നങ്ങൾ തുറന്നു പറയട്ടെ. ആ പ്രശ്നങ്ങളുടെ കൂടെ നമുക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ആ പ്രശ്നങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും തുറന്നു പറയട്ടെ. ഈ ഷൈൻ ടോം ചാക്കോ ഒക്കെ ഇനിയും ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഷൈൻ ടോമിന് അങ്ങനെ വിലക്കോ കാര്യങ്ങളൊന്നും വരില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, അല്ലാണ്ടൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയാണല്ലോ, ഇവിടെ ഇരകളൊക്കെ പിന്തള്ളി പോവുകയും വേട്ടക്കാരൊക്കെ മുൻപോട്ട് വരുന്ന അവസ്ഥയാണല്ലോ.
അപ്പൊ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇതൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് അതിലൊന്നും വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. എന്തായാലും പ്രതികരിക്കാൻ തോന്നുന്നുവെങ്കിൽ പ്രതികരിക്കുക. അതിന്റെ അനന്തര ഫലങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രതികരിക്കാൻ ഇറങ്ങിത്തിരിക്കാവൂ. അതിൽ പറയാനുള്ളൂ.